അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശം. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരായ പരാതിയിൽ കേസെടുക്കാൻ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും കേസ് തൃക്കാക്കര ACP അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. നവമിയുടെ വിശദാംശങ്ങളുമായി. നവമി, അങ്ങനെ കേസെടുക്കാൻ കോടതി പറയുന്ന സാഹചര്യം ഉണ്ടാകും, ഉടനെ വിളിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് ലക്ഷ്മിപ്രിയയും ഭർത്താവ് ജയേഷിനെയും ഉൾപ്പെടെ? ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ ഒരു പരാതി നൽകുകയും ആ പരാതി കേൾക്കുന്നതിന് വേണ്ടി അൻസിബയെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് വലിയ മാനസിക സമ്മർദ്ദമാണ് SI രേഷ്മയും ലക്ഷ്മിപ്രിയയും തനിക്ക് നൽകിയതെന്നായിരുന്നു അൻസിബയുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറ പോലീസിന് ACPക്ക് അന്വേഷണ ചുമതല നൽകുകയും ഇതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുകയും ചെയ്തു. പക്ഷേ ACPയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അന്വേഷണത്തിൽ കഴമ്പില്ല, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ നടന്നില്ല എന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അത് കോടതിയെ സമർപ്പിച്ചിരുന്നു. പക്ഷേ കോടതി ഇപ്പോൾ അതിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അൻസിബ ഹസനെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചു. സ്റ്റേഷനിലെ രേഖയിൽ മാപ്പെഴുതി ഒപ്പിടിയിച്ചു. പ്രതികൾക്ക് വേണ്ടി അൻസിബ അറിയാതെ തിരുത്തൽ വരുത്തി എന്നതൊക്കെയായിരുന്നു അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിൽ പോലും അതിൽ പിന്നീട് കഴമ്പില്ല എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ഇനി തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ പോലീസ് കേസെടുക്കും. അതിനുശേഷം അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, SI രേഷ്മ എന്നിവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വ്യക്തമാണ്, വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അൻസിബയുടെ പരാതിയിൽ നടപടി എടുക്കുന്നു എന്നുള്ളതാണ്. കഴമ്പില്ല എന്ന് പോലീസ് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസാണ്. അൻസിബ പിന്നീട് കോടതിയിലേക്ക് നീങ്ങി. അതിന് പിന്നാലെ ഇപ്പോൾ കേസെടുക്കാനുള്ള സാഹചര്യം തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകുകയാണ്. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, SI രേഷ്മ എന്നിവർക്കെതിരായ പരാതിയിൽ കേസെടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അൻസിബ ഹസൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഏകദേശം രാവിലെ 10 മണി മുതൽ 3:15 വരെ അവിടെ പോലീസ് സ്റ്റേഷനുള്ളിൽ ആയിരുന്നു. ഏകദേശം 5.25 മണിക്കൂറോളം തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന കാര്യം അൻസിബ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ എഴുതി ചേർത്ത പരാതിയിൽ ഉൾപ്പെടെ താൻ അറിയാതെ ആ പരാതിയിൽ പ്രതികൾക്ക് വേണ്ടിയിട്ട് മാറ്റം വരുത്തിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻസിബ തുറന്നു പറഞ്ഞിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേസുമായി മുന്നോട്ട് പോകാൻ അൻസിബ തയ്യാറെടുത്തത്. പക്ഷേ പോലീസ് ഇതിൽ കഴമ്പില്ല എന്ന് കാണിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അൻസിബ കോടതിയിലേക്ക് നീങ്ങുന്നതും തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ ലക്ഷ്മിപ്രിയയും ഭർത്താവ് ജയേഷിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.